വിശുദ്ധ കുരിശിൻ്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോനാഥനും കൂടെയുള്ളവരും ട്രിഫോയാൽ പിടിക്കപ്പെട്ടതോർത്ത് ഇസ്രായേലർ മുഴുവൻ അഗാധമായി ദുഃഖിച്ചു. അവർക്ക് നേതാവോ വിമോചകനോ ഇല്ല. അതിനാൽ നമുക്ക് അവരോട് യുദ്ധം ചെയ്ത് മനുഷ്യകുലത്തിൽ നിന്ന് അവരുടെ ഓർമ്മ തന്നെ മായ്ച്ചു കളയാമെന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ജനതകൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ജോനാഥൻ്റെ സഹോദരൻ ശിമെയോൻ ജനങ്ങൾക്ക് ആത്മധൈര്യം പകർന്നു. ജനങ്ങൾ ആവേശഭരിതരായി ശിമെയോനെ അവരുടെ നേതാവാക്കി. അവൻ യോദ്ധാക്കളെ എല്ലാവരെയും വിളിച്ചുകൂട്ടുകയും ജെറുസലേം മതിലിൻ്റെ പണി തിടുക്കത്തിൽ പൂർത്തിയാക്കുകയും അതിനെ സുരക്ഷിതമാക്കുകയും ചെയ്തു. യൂദാദേശം ആക്രമിക്കുന്നതിന് വലിയൊരു സൈന്യവുമായി ട്രിഫോ ടോളമായിസിൽ നിന്ന് പുറപ്പെട്ടു. തടവിലാക്കപ്പെട്ട ജോനാഥനും അവനോടൊത്തുണ്ടായിരുന്നു. ജോനാഥന് പകരം ശിമെയോൻ നേതൃത്വം ഏറ്റെടുത്തുവെന്നും അവർ തന്നോട് ഏറ്റുമുട്ടാൻ പോകുന്നുവെന്നും അറിഞ്ഞ ട്രിഫോ ദൂതന്മാരെ വിട്ട് ഒരു ചതിപ്രയോഗം കൂടി നടത്തുന്നു. രാജകീയ ഭണ്ഡാരത്തിലേക്ക് നൽകേണ്ട പണത്തിനു വേണ്ടിയാണ് താൻ ജോനാഥനെ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നും 100 താലന്ത് വെള്ളിയും ആൾജാമ്യമായി അവൻ്റെ 2 പുത്രന്മാരെയും തന്നാൽ ജോനാഥനെ വിട്ടുതരാമെന്നും ഉറപ്പ് നൽകിയ ട്രിഫോയുടെ കരാർ ശിമെയോൻ സമ്മതിച്ചു. പുത്രന്മാരെയും 100 താലന്തും അവൻ കൊടുത്തുവിട്ടു. എങ്കിലും ട്രിഫോ വാക്കുപാലിച്ചില്ല, ജോനാഥനെ വിട്ടയച്ചതുമില്ല. യൂദാരാജ്യം ആക്രമിച്ച് നശിപ്പിക്കുക എന്ന ഉദ്ദേശ്യത്തോടെ ട്രിഫോ ചെന്നിടങ്ങളിലെല്ലാം ശിമെയോനും സൈന്യവും അവർക്കെതിരെ മുന്നേറിക്കൊണ്ടിരുന്നു. ട്രിഫോ ജോനാഥനെ വധിച്ച് അവിടെ സംസ്കരിച്ചു. അവൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. ശിമെയോൻ തൻ്റെ സഹോദരനായ ജോനാഥൻ്റെ അസ്ഥികൾ എടുപ്പിച്ച് പിതാക്കന്മാരുടെ നഗരമായ മൊദേനിൽ സംസ്കരിച്ചു. ഇസ്രായേൽ മുഴുവനും അനേക ദിവസം ദുഃഖം ആചരിച്ചു. ശിമെയോൻ തൻ്റെ പിതാവിൻ്റെയും സഹോദരന്മാരുടെയും ശവകുടീരങ്ങൾക്കുമേൽ ഒരു സ്മാരകം പണിതു. യുവരാജാവായ അന്ത്യോക്യസിനെ ട്രിഫോ ചതിച്ചു കൊന്നു. അവൻ്റെ സ്ഥാനത്ത് ഏഷ്യയുടെ കിരീടമണിഞ്ഞവൻ രാജാവായി. ദേശത്ത് വലിയ വിപത്ത് വരുത്തിവെച്ചു. എന്നാൽ ശിമെയോൻ യൂദയായിലെ ശക്തിദുർഗങ്ങൾ പുനരുദ്ധരിക്കുകയും ചുറ്റും ഉയർന്ന ഗോപുരങ്ങളും വൻമതിലുകളും നിർമ്മിക്കുകയും അവയെ സുരക്ഷിതമാക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.